ഇന്നലത്തെ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡിൽ എല്ലാവരും കണ്ടത് ഒരു മിന്നും പ്രകടനം തന്നെയാണ്. 6 വൈൽഡ് കാർഡ് എൻട്രികളാണ് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിലേക്ക് കയറിയത്. ഇത്രയും പേരെയും ഉടനെ കയറ്റിയത് എന്തിനെന്ന് നിരവധി പേർ അപ്പോൾ ചോദിച്ചിരുന്നു. എന്നാൽ അതിനുള്ള കാരണമുണ്ടെന്ന് ബിഗ് ബോസ് ഇതാ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ DJ സിബിൻ്റെ വാക്കുകളാണ് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ എല്ലാവരും ഏറ്റെടുക്കുന്നത്. തീയായി പാറിയിറങ്ങി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉള്ള 2 പേരാണ് ഗബ്രിയും ജാസ്മിനും. ഇന്നലെ ജാസ്മിൻ മോഡറേറ്റർ ആയിരിക്കെ ഗബ്രി അപ്പുറത്തെ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് സിബിൻ അവർക്ക് 2 പേർക്കുമെതിരെ ആഞ്ഞടിച്ച ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത്. ഗബ്രിയോടും ജാസ്മിനോടും അവരുടെ വായടപ്പിക്കാനുള്ള കാര്യങ്ങൾ സിബിൻ തുറന്നു പറയുകയായിരുന്നു. നിങ്ങൾ ഒരിക്കലും ഇൻഡിവിജ്വൽ ഗെയിമിനെ പറ്റി പറയരുതെന്നും ഗബ്രിക്ക് സംസാരിക്കാതെ അയാൾ മോഡറേറ്ററാണോ സംസാരിക്കുന്നതെന്നും ജാസ്മിൻ മിണ്ടാതിരിക്കാൻ സിബിൻ പറഞ്ഞതിന് പിന്നാലെ ബിഗ് ബോസ് കൂടി പറയുകയായിരുന്നു. മോഡറേറ്റർ എന്നാൽ ഇത് രണ്ടും മോഡറേറ്റ് ചെയ്യുക എന്നതാണ്. ഇടയ്ക്ക് കയറി സംസാരിക്കാനോ ഡിബേറ്റ് നടത്താനോ ജാസ്മിന് അവകാശമില്ല എന്നും ജാസ്മിന് അതിനുള്ള അവകാശം ആരും തന്നിട്ടില്ല എന്നും ക്യാപ്റ്റൻ സംസാരിക്കേണ്ട സമയത്ത് മാത്രം സംസാരിച്ചാൽ മതിയെന്നും ബിഗ് ബോസ് ഇന്നലെ താക്കീത് നൽകിയതോടെ തന്നെ സിബിൻ്റെ ടീം ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇതോടെ അവർക്കും സന്തോഷമായി എന്ന് പറഞ്ഞാണ് അവരും ഇറങ്ങിപ്പോയത്. ശ്രീതുവും സിബിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. സിബിൻ എന്നാൽ ഇന്നലെ ഇവർ 2 പേരെയും പൊളിച്ചെടുക്കുന്നത് കാണാം. ഗബ്രി അപ്പുറത്തെ ടീമിലായിരുന്നു. ഗബ്രി പവർ ടീമിലുള്ള ഈ സമയം ഗബ്രി പറയുന്നത് ഞങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കണമെന്നാണ്. എന്നാൽ ഒരാഴ്ച മുൻപ് മറ്റൊരു ടീമായിരുന്നു അവിടെ പവർ ഹൗസിൽ ഉണ്ടായിരുന്നത്. ആ പവർ ഹൗസ് ടീം അംഗം കൂടിയായ ജിൻഡോ പറഞ്ഞപ്പോൾ ഗബ്രിക്ക് അനുസരിക്കാൻ മടിയുണ്ടായിരുന്നു. ജിൻഡോ പറയുന്നത് കേട്ട് നിങ്ങൾ ആരാ ഏകാധിപത്യം കളിക്കുകയാണോ എന്നും ഇവിടെ എല്ലാവർക്കുമുള്ള അവസരമുണ്ടെന്നും സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നോട് അങ്ങനെയൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞ് ഗബ്രി ജിൻഡോയോട് ദേഷ്യപ്പെട്ടിരുന്നു. അതേ ഗബ്രി തന്നെയാണ് ഒരാഴ്ച പിന്നിടുമ്പോൾ ഇപ്പോൾ എല്ലാവരോടും ഞങ്ങൾക്കാണ് എല്ലാ അതോറിറ്റിയും, ഞങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് പറയുമ്പോൾ എവിടെയാണ് അടിസ്ഥാനമെന്ന് സിബിൻ ചോദിക്കുന്നു. ഇത് ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗബ്രിയുടെ വായടഞ്ഞു. ഗബ്രിക്കൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ പറയാൻ കാര്യങ്ങളില്ല എന്ന് പറയാം. എന്നാൽ ആ സമയത്ത് ഉടനെ തന്നെ ജാസ്മിൻ വീഴുകയായിരുന്നു. ജാസ്മിൻ ചാടിക്കയറി അതിനുള്ള മറുപടി പറയുകയായിരുന്നു. എന്നാൽ സിബിൻ പറയുന്നു മോഡറേറ്ററുടെ പണി ഇതല്ല എന്നും മോഡറേറ്റർ ഞങ്ങളെ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയെന്നും ഞങ്ങൾ എപ്പോഴെങ്കിലും ബഹളം വച്ചാൽ മാത്രം മോഡറേറ്റർ ഇടപെട്ടാൽ മതിയെന്നുമാണ് പറഞ്ഞത്. സിബിൻ ജാസ്മിൻ ഇത് പറഞ്ഞു തീരുന്നതിന് ശേഷം തന്നെ ബിഗ് ബോസും പറയുന്നുണ്ട് ജാസ്മിനോട് മിണ്ടാതിരിക്കാൻ. മോഡറേറ്ററും ക്യാപ്റ്റനും ഒക്കെ ആയ സ്ഥിതിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിച്ചാൽ മതിയെന്നും ഡിബേറ്റിന്റെ ഇടയിൽ കയറി സംസാരിക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട്. ഇതോടെ തന്നെ ഇന്നലെ സിബിനും ബിഗ് ബോസും ഒരുമിച്ച് ചേർന്ന് ജാസ്മിനും ഗബ്രിക്കും ഇട്ട് നല്ലത് കൊടുക്കുകയായിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സിബിന് പിന്നാലെ മാറി. ഗബ്രിയും ജാസ്മിനെയും അകത്ത് കയറി ഇങ്ങനെ പൊളിച്ചെടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ അത് നല്ല പെർഫോമൻസ് ആയി തോന്നുന്നുവെന്ന് പ്രേക്ഷകർ കൈയടിക്കുന്നു. ഇന്നലത്തെ ഡിബേറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രധാന ഘടകം ഇതായിരുന്നുവെന്നും ജാസ്മിനെയും ഗബ്രിയും ഒരുപോലെ ആയിരുന്നു ഇന്നലെ പൊരിച്ചതെന്നും സിബിന് എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. സിബിൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഹീറോ ആയി മാറി എന്ന് പറയുന്നു. ജാസ്മിന്റെ വായടപ്പിച്ചിട്ടാണ് സിബിൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും സംസാരിച്ചത്. ജാസ്മിന്റെയും ഗബ്രിയുടെയും വായടപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവർ അവിടെ കളിച്ച് 30 ദിവസമായി കളി പഠിച്ചു നിൽക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ജാസ്മിനോടും ഗബ്രിയോടും വളരെ മാന്യമായ രീതിയിൽ തന്നെ ഡിബേറ്റ് ചെയ്താണ് സിബിൻ ഇന്നലെ കസറിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.